മറ്റൊരു കാര്യം മകൾക്ക് ED സമൻസ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ ED മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഈ എൻഫോഴ്സ്മെന്റ് മുഖ്യമന്ത്രിയുടെ പ്രതിപക്ഷ നേതാവ് നിങ്ങൾ പറഞ്ഞു, ഞാനും പറഞ്ഞു. അപ്പോൾ അതെ അതെ, അതൊരു ശീലമായി. ഇപ്പൊ ഒരു 10 വർഷത്തെ ശീലമാണല്ലോ. പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മാത്രമല്ല, ഇന്ത്യയിലുടനീളം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അത് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണ്. പക്ഷെ എന്തിനു വേണ്ടിയിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഉപയോഗപ്പെടുത്തുന്നത്? ഇപ്പൊ പശ്ചിമ ബംഗാളിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സുവേന്ദു അധികാരി, അദ്ദേഹം തൃണമൂലിലുള്ള സമയത്ത് അദ്ദേഹത്തിന് ED പിന്തുടർന്നിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു. അദ്ദേഹം വേഗം കൂറുമാറി BJP ചേർന്നപ്പോൾ EDയും ഇല്ല, കേന്ദ്ര ഏജൻസികളും ഇല്ല. ഇത് ഒരാൾ മാത്രമല്ല, ഒരുപാട് ആളുകളുണ്ട്. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അതിനു വേണ്ടി ആയിരിക്കും ഇത് ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ കേരളത്തിൽ ഇപ്പോൾ കരുവന്നൂർ ബാങ്കിന്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ K. രാധാകൃഷ്ണൻ MP അടക്കമുള്ള ആളുകൾക്കെതിരെ അന്വേഷണം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. അപ്പോൾ സമൻസ് വരട്ടെ, അത് അവര് അതിന്റെ രേഖകളെല്ലാം ഹാജരാക്കും. അപ്പോൾ ഈ കാര്യമില്ലാത്ത കാര്യമാണെന്ന് കാണുമ്പോൾ അങ്ങനെ അന്വേഷിച്ച് തെറ്റായിപ്പോയെന്ന് പറയണം. പ്രതിപക്ഷ നേതാവിന് സമൻസ് കൊടുക്കുന്നതും മകൾക്ക് സമൻസ് കൊടുക്കുന്നതും രണ്ടായി തന്നെ കാണേണ്ടതില്ല. തീർച്ചയായിട്ടും അത് മകള് ഒരു കമ്പനി ഉണ്ടാക്കി, ആ കമ്പനി മറ്റു കമ്പനികളുമായിട്ട് ചില കരാറിൽ ഏർപ്പെട്ടു. അതിനാണല്ലോ ഈ കമ്പനികൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ ജീവിക്കാൻ കുറേ മാർഗങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അപ്പൊ അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മകളുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമാണ്. അവരതിന് മറുപടി പറയും. അത് അവർ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കും. അത് പ്രതിപക്ഷ നേതാവുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തേണ്ട കാര്യം ആ കേസിലില്ലല്ലോ.